എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കൊലവർഷം 1202 നാം പ്രവേശിക്കുമ്പോൾ വരാനിരിക്കുന്ന ഒരു വർഷക്കാലം തിരുവോണ നക്ഷത്രക്കാർക്ക് ഏതു തരത്തിലുള്ള ഫലങ്ങളാണ് ഗ്രഹങ്ങൾ കരുതി വച്ചിരിക്കുന്നത് എന്ന് വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. മകരം രാശിയിൽ വരുന്ന തിരുവോണ നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് വലിയ മാറ്റങ്ങളുടെയും നിർണായകമായ വഴിത്തിരിവുകളുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ പരിശോധിച്ചാൽ വ്യാഴം 2026 ഒക്ടോബർ 31 വരെ നിങ്ങളുടെ 7ാം ഭാവമായ കർക്കടകൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തുടർന്ന് 2027 ജനുവരി 24 വരെ 8ാം ഭാവമായ ചിങ്ങത്തിലും അതിനുശേഷം വീണ്ടും 2027 ജൂൺ 25 വരെ തിരികെ 7ാം ഭാവമായ കർക്കടകത്തിലും തുടർന്ന് 8ാം ഭാവത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട്. ശനി 2027 ജൂൺ മാസം വരെ നിങ്ങളുടെ 3ാം ഭാവമായ മീനൻ രാശിയിൽ തുടരുകയും അതിനുശേഷം 4ാം ഭാവമായ മേടൻ രാശിയിലേക്ക് രാശി മാറുകയും ചെയ്യുന്നുണ്ട്. 2026 ഡിസംബർ 5-ന് രാഹു നിങ്ങളുടെ ജന്മരാശിയായ മകരത്തിലേക്കും കേതു 7ാം ഭാവമായ കർക്കടകത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതികൾ നിങ്ങളുടെ തൊഴിലിനെ, ബിസിനസ്സിനെ, സാമ്പത്തികത്തെ, കുടുംബജീവിതത്തെ, അതുപോലെ വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ എന്നിവയൊക്കെ ഏത് തരത്തിലുള്ള സ്വാധീനങ്ങളാണ് ചെലുത്തേണ്ടതെന്നും എന്തെങ്കിലും ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടതെന്നും വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. 1202 ആണ്ടിൻ്റെ ഭൂരിഭാഗം സമയത്തും തിരുവോണ നക്ഷത്രക്കാർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. 3ാം ഭാവത്തിലാണ് ശനി. ആ ശനിയുടെ സ്ഥിതി നിങ്ങൾക്ക് എന്തിനേയും അതിജീവിക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതാണ്. ശത്രുദോഷങ്ങളൊക്കെ അകലാനും തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ വേഗത്തിലാകാനും ഈ ശനിമാറ്റം നിങ്ങളെ സഹായിക്കും. അതുപോലെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സൗഭാഗ്യങ്ങളുടെയും ഉന്നതിയുടെയും ഒക്കെ പ്രതീകമാണ്. പൊതുരംഗത്തൊക്കെ അംഗീകാരം, പുതിയ കൂട്ടുകെട്ടുകളെ, അതുപോലെ ഭാഗ്യാനുഭവങ്ങളെ എന്നിവയൊക്കെ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 2026 ഡിസംബറിൽ സംഭവിക്കുന്ന രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ മാറ്റം, ഒപ്പം വ്യാഴത്തിൻ്റെ 8ാം ഭാവത്തിലേക്കുള്ള ഇടക്കാലത്തേക്കുള്ള മാറ്റവും ചില മേഖലകളിൽ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യപ്പെടുന്നുമുണ്ട്. ഇനി തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. 3ാം ഭാവത്തിലെ ശനിയും 7ാം ഭാവത്തിൽ വ്യാഴവും ഒക്കെ നിൽക്കുന്നതിനാൽ തൊഴിൽ രംഗത്തെ വലിയ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. ഏറെക്കാലമായിട്ടൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പ്രമോഷന്, ശമ്പള വർധനവ് എന്നിവയൊക്കെ ലഭിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. വിദേശത്ത് അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്കോ ഒക്കെ ജോലി ലഭിക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഒക്ടോബർ 31 വരെയുള്ള സമയവും തുടർന്ന് 2027 ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയവും വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ പ്രവർത്തന മികവ് ഒക്കെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായും വരാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവിൽ വ്യാഴം അഷ്ടമത്തിലാണ്. അതിൻ്റെ സ്വാധീനമൊക്കെ ഉള്ളതിനാൽ തൊഴിൽ സ്ഥലത്തെ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും അതുപോലെ സഹപ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ജോലി പെട്ടെന്ന് ധൃതി പിടിച്ച് ജോലി മാറുന്ന ഒരു തീരുമാനം ഈ സമയത്ത് എടുക്കുകയും അരുത്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കാം. 1202 ആണ്ട് ലാഭകരവും അതുപോലെ ബിസിനസ് വിപുലീകരണത്തിനൊക്കെ അനുയോജ്യവുമായ ഒരു വർഷമാണ്. 7ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെയൊക്കെ പൂർണ്ണ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലൊക്കെ പതിക്കുന്നതിനാൽ പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത്. പുതിയ ഉപഭോക്താക്കളെയൊക്കെ കണ്ടെത്താനും വിപണിയിലൊക്കെ മുന്നേറാനും സാധിക്കുന്നതാണ്. അതുപോലെ ബിസിനസ്സൊക്കെ വികസിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ നടത്തുന്ന നിക്ഷേപങ്ങളെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭമൊക്കെ നൽകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 2026 ഡിസംബറോടെ കേതു 7ാം ഭാവത്തിലേക്ക് എത്തുന്നതിനാലും ജന്മരാശിയിലേക്ക് രാഹു പ്രവേശിക്കുന്നതിനാലും ബിസിനസ് പങ്കാളികളുമായി വ്യക്തമായ കരാറുകളിൽ മാത്രം ഏർപ്പെടുക. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ പൂർണ്ണമായ സുതാര്യത പുലർത്തണം. മറ്റുള്ളവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് വലിയ തുകകളെ വായ്പ നൽകുകയോ അതുപോലെ ജാമ്യം നൽകുകയോ ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതും ആണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ കിട്ടാക്കടങ്ങളൊക്കെ ലഭിക്കാനും തടസ്സപ്പെട്ട് കിടന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ നിങ്ങളുടെ കയ്യിലൊക്കെ എത്തിപ്പെടാനും ഈ സമയത്ത് സാധ്യതയുണ്ട്.
വസ്തു വാങ്ങൽ, അതുപോലെ വീട് നിർമ്മാണം, വാഹനം വാങ്ങൽ എന്നിവയ്ക്കും യോഗം കാണുന്നുണ്ട്. അതുപോലെ ഈ വസ്തുവും വാഹനമൊക്കെ വാങ്ങാനായിട്ട് വായ്പകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുമതി വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതുമാണ്. അതുപോലെ സാമ്പത്തിക നിലയൊക്കെ ഭദ്രമാകുമെങ്കിലും ആഡംബര വസ്തുക്കൾക്കും അതുപോലെ അനാവശ്യ ചെലവുകൾക്കുമൊക്കെ പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2026 നവംബർ മുതൽ 2027 ജനുവരി വരെയുള്ള കാലയളവിൽ ഈ സമയത്താണ് അപ്രതീക്ഷിത ചിലവുകളൊക്കെ വരാൻ സാധ്യത ഉള്ളത്. ഇനി അടുത്തത് കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിവാഹ പ്രായമെത്തിയ തിരുവോണ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ആലോചനകളൊക്കെ വന്നെത്തുകയും വിവാഹം ഒക്കെ നിശ്ചയിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ദമ്പതികൾക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. അതുപോലെ കുട്ടികളുടെ പഠനകാര്യങ്ങളിലും കരിയറുകളിലും ഒക്കെ വലിയ പുരോഗതിയും ഉണ്ടാകുന്നതാണ്. ഡിസംബറിന് ശേഷം ജന്മത്തിലേക്ക് രാഹുവും അതുപോലെ 7ാം ഭാവത്തിലേക്ക് കേതുവും ഒക്കെ വരുന്നതിനാൽ ദമ്പതികൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ പരസ്പര വിശ്വാസക്കുറവിനോ ഒക്കെ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങളെയൊക്കെ ചൊല്ലി വാക്കുതർക്കങ്ങളൊക്കെ ഏർപ്പെടാതെ പരസ്പര ധാരണയോടെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും ആണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന സമയമാണ്. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്തൊക്കെ പഠനം ലക്ഷ്യമിടുന്നവർക്കും അനുകൂലമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കുമൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാകുന്നതാണ്. 3ാം ഭാവത്തിലെ ശനിയുടെയൊക്കെ ബലം ഏകാഗ്രതയും നിശ്ചയദാർഢ്യവുമൊക്കെ നിങ്ങളുടെ വർദ്ധിപ്പിക്കുന്നതുമാണ്. ഇനി തിരുവോണ നക്ഷത്രക്കാരുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ചില സമയങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ജന്മരാശിയിലെ രാഹുവിൻ്റെയൊക്കെ സഞ്ചാരം ആരംഭിക്കുന്നതോടെ 2026 ഡിസംബർ മുതൽ മാനസികമായ സമ്മർദ്ദം, അതുപോലെ വിഷാദം, ഉറക്കമില്ലായ്മ, അലസത എന്നിവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളെ, വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ വരാനും ഇടയുണ്ട്. കൃത്യമായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ ശീലമാക്കേണ്ടതുമാണ്. ഇനി ഈ വർഷം വരാനിരിക്കുന്ന ദോഷഫലങ്ങളുടെയൊക്കെ തീവ്രത കുറയ്ക്കാനും ശുഭഫലങ്ങളൊക്കെ പൂർണ്ണമായി അനുഭവയോഗ്യമാക്കാനും എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായതിനാൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നതാണ്. അതുപോലെ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലെ തുളസിമാല, പാൽപ്പായസം എന്നിവയൊക്കെ വഴിപാടായും നടത്തുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി വഴിപാട്, അതുപോലെ നീരാഞ്ജനം വഴിപാട് എന്നിവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. സർപ്പക്ഷേത്രങ്ങളിലൊക്കെ ആയില്യം പൂജയോ അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ തോറും നാഗപൂജയൊക്കെ നടത്തുന്നത്, അതുപോലെ മഞ്ഞൾപ്പൊടി ഒക്കെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് 1202 ആണ്ട് അവസരങ്ങളുടെ വലിയൊരു വാതിൽ തുറന്നു തരുന്നൊരു വർഷമാണ്. ചെറിയ ജാഗ്രതയും ദൈവികമായ വഴിപാടുകളും ഒക്കെ നടത്തിയാൽ ഈ വർഷം നിങ്ങൾക്ക് വലിയ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.